സൺഡേ ഫണ്ടിയിൽ ഇനി ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ഗായികയാണ്. വളരെ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ മൂവീസിൽ, എങ്കിലും കൂടി അത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വളരെ ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സിൻ്റെ കൂടെയുമാണ്. അങ്ങനെ ഒരു തൻ്റേതായിട്ടുള്ള ശൈലി ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയിൽ നിന്ന് കുറെ കൂടുതലായിട്ട് നമുക്ക് അറിയാനുണ്ട്. സ്വാഗതം ചെയ്യുന്നു രാധിക നാരായൺ. മുത്തനിലഞ്ഞയ്ക്ക് പൂവിരിഞ്ഞേ, മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞേ, നാളെ പെണ്ണിൻ കല്യാണമല്ലേ, മുഞ്ചത്തെ മാണിക്ക കണ്ണാളെ, റംഗിൻ താമര പൂന്തേനെ, താഴത്ത് നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ. വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു. ഈ കോഴിക്കോട്ടുകാർക്ക് ഈ പാട്ടിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടോ? അതെ, ഒരു മാപ്പിളപ്പാട്ടിന്റെ കുറച്ച് സ്റ്റൈലിലുള്ള പാട്ടാണത്. ആദ്യമായിട്ട് പാടിയ ഒരു പാട്ട് ഇതാണ് അല്ലെ, മൂവിക്ക് വേണ്ടിയിട്ട്. അതിന് മുമ്പുള്ള രാധികയുടെ മ്യൂസിക്കൽ ലൈഫ് എങ്ങനെയായിരുന്നു? ആദ്യം സ്കൂളില് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പാടും. അത് കഴിഞ്ഞിട്ട് പിന്നെ റിയാലിറ്റി ഷോകളിൽ വന്ന് പിന്നീടാണ് ഇങ്ങനെ ഫിലിമിലേക്കൊക്കെ. ഓക്കെ, ആദ്യം വന്ന ഓഫർ കേട്ടപ്പോ എന്ത് തോന്നി? ആദ്യം ഓപ്പർച്യൂണിറ്റി കിട്ടിയത്? ഇത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുജിത്തങ്ങള് വഴിയാണ് ഞാൻ അഫ്സൽ ഖാനെ പരിചയപ്പെടുന്നത്. അഫ്സൽ യൂസഫ് പുള്ളിയാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. അങ്ങനെ ഞാൻ ഇതിനകത്ത് ശരിക്കും ട്രാക്ക് പാടാൻ വന്നതാ. ഈ പാട്ടും പിന്നെ ഇതിനകത്ത് ശ്രേയാ ഘോഷൽ പാടിയൊരു തേനൂറും ചുണ്ടിനും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിനൊക്കെ ട്രാക്ക് ഞാനാ പാടിയത്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഈ ലിറിക്സ് ആദ്യം ഒരു ഡമ്മി ലിറിക്സ് എഴുതും, അപ്പൊ അതിന് വന്ന് പാടി. അത് കഴിഞ്ഞ് പിന്നെ ട്രാക്ക് പാടി. പിന്നീടാണ് അഫ്സൽക്ക പറഞ്ഞു ഇങ്ങനെ അത് ഹരിചരന്റെ കൂടെ ആണ് പാട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടി. അതിനുശേഷം പിന്നെ നല്ല നല്ല കുറെ സോങ്സ് പാടാൻ പറ്റി. ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഇപ്പൊ രാധിക നാരായണൻ, ഹരിചരൻ, രാധിക നാരായണൻ, നജീം അർഷദ്, രാധിക നാരായണൻ, ഹരിശങ്കർ, രാധിക നാരായണൻ, അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോ നല്ല പ്രോമിനന്റ് സിംഗേഴ്സ്. ഇപ്പോഴത്തെ ഒരു എന്താ പറയാ, എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ എന്നുള്ളത്. അതെ അതെ, അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. പാടിയതെല്ലാം നല്ല ആളുകളുടെ കൂടെ. കച്ചേരി ചെയ്യാറുണ്ട്? കച്ചേരി ചെയ്യാറില്ല, പക്ഷെ പഠിക്കുന്നുണ്ട്. എവിടെയാ, ആരുടെ അടുത്താ പഠിക്കുന്നത്? ഞാൻ ഗണേശൻ സാറ് പത്തനംതിട്ട ഉള്ള സാറിന്റെ അടുത്ത് ആദ്യം പഠിച്ചത്. പിന്നെ മ്യൂസിക് കോളേജ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് മ്യൂസിക് കോളേജ് സ്റ്റുഡന്റ് പാലക്കാട് ചെമ്പയില്. ഓ ശരി, അതെപ്പോഴായിരുന്നു? അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അത് ശരി. എന്നിട്ടാണ് കച്ചേരി ചെയ്യാണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഓരോ ജോണറും ഉണ്ടാവും. അതിൽ കൂടുതൽ ഇഷ്ടം ഗസൽസ് പാടാനാണോ? അതുപോലെ അങ്ങനത്തെ ഈ മെഹഫിൽ മൂഡില്ലേ, അങ്ങനെ പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു പാട്ടായാലോ? ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലെ കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലെ കേട്ടുണർന്നു. ഇതപ്പോ കോൺസെർട്സ് പോലെ പാടോ ചെയ്യോ? പ്രോഗ്രാംസ്, ഷോസ് വരുമ്പോ ഇങ്ങനെ ഈ പാട്ടുകൾ. പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ പഴയ ലതാജിയുടെ ഒക്കെ പാട്ട്, ആശാജിയുടെ പാട്ട്, അതൊക്കെ അങ്ങനെ. സലോനാ സജൻ ഹേ और मैं हूँ, सलोना सजन है और मैं हूँ, जिया में एक अगन है और मैं हूँ, सलोना सजन है और मैं हूँ. ഇങ്ങനത്തെ പാട്ട് കേൾക്കാനായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട് എന്നാണോ പറയണത്? ഓഡിയൻസ്, അങ്ങനെയുള്ള ഓഡിയൻസ് ഉണ്ട്. നമ്മള് ഈ അടിപൊളി പാട്ടുകളാണ് ഇപ്പൊ കൂടുതലും സ്റ്റേജ് ഷോയ്ക്കൊക്കെ കാണുന്നത്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് തന്നെയാണ്.
നമ്മൾ ഇപ്പോൾ ഗസൽ ആണെങ്കിലും ഈ പഴയ പാട്ടുകളാണെങ്കിലും അതൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ കൂടുതലും പാടുന്നത് ഇപ്പോൾ ഈ ആളുകൾക്ക് വേണമെന്ന് നമ്മൾക്ക് തോന്നുകയാണ്. ഈ ഫാസ്റ്റാണ് എല്ലാവർക്കും ആവശ്യം എന്നുള്ളത്. പക്ഷെ നല്ല പാട്ടിന് എപ്പോഴും ഓഡിയൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.